ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 10 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടിൽ. കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. തൊണ്ടിയവിടെ പഞ്ചായത്ത്, തൊണ്ടിയവിടെ പഞ്ചായത്ത്, മറുപടി പറയൂ പഞ്ചായത്ത്, മറുപടി പറയൂ പഞ്ചായത്ത്. യൂത്ത് ലീഗ് സിന്ദാബാദ്, 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 മുസൽമാൻ സിന്ദാബാദ്, മുസൽമാൻ സിന്ദാബാദ്, മുസൽമാൻ സിന്ദാബാദ്, മുസൽമാൻ സിന്ദാബാദ്. അഴിമതി കുളിച്ച പഞ്ചായത്ത്, അഴിമതി കുളിച്ച പഞ്ചായത്ത്. നാട്ടുകാർ, യൂത്ത് ലീഗ് ഈ പഞ്ചായത്തിന്റെ മുമ്പിലേക്ക് രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, ഇവിടെ നടക്കുന്ന സ്വജനപക്ഷപാതം, ഇവിടെ നടക്കുന്ന അഴിമതി, ഇവിടെ നടക്കുന്ന നിങ്ങളെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനാണ് യൂത്ത് ലീഗ് വരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിന്റെ ഉള്ളിൽ ഒരു സെക്രട്ടറി ഇരിക്കുന്നുണ്ട്. മെമ്പർമാരെ കാലൊക്കെ കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ ഒരു സെക്രട്ടറി ഇരിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഓംബുഡ്സ്മാൻ ഉണ്ട്, നിങ്ങളുടെ മുകളിൽ ഒരാളുണ്ട്. ഈ അഴിമതിക്കും ഈ കള്ളത്തരത്തിനും മുഴുവൻ കൂട്ടുനിൽക്കുന്ന സെക്രട്ടറിയോട് പറയാനുള്ളത്, അതിന് ഒത്താശ നൽകിയ മെമ്പർമാരോട് പറയാനുള്ളത്, നിങ്ങൾ കട്ടത് ഞങ്ങൾ കക്കിക്കുമെന്നാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയില്ല. എന്താ ഇവിടെ തോന്നിയ സ്ഥലം കാണിക്കാണ്? നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തന്നു, നിങ്ങൾക്ക് ഭരിക്കാനൊരു അവസരം തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ കാണിച്ചത് പാവപ്പെട്ട ആളുകൾക്ക് തലചായ്ക്കാനുള്ള ലൈഫ് പദ്ധതി. നിങ്ങൾ എത്രയോടോ വീട് കൊടുത്തത്? പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റഫീഖ കഴിഞ്ഞ വർഷം ഇവിടെ ഭരിച്ചിരുന്ന ആളാണ്. 436 വീട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. UDF കൊടുത്തത്. അപ്പോഴും പിണറായി ഭരിക്കുമ്പോഴാണ് ഞങ്ങൾ കൊടുത്തത്. നിങ്ങൾ ഈ വർഷം കൊടുത്തത് എത്ര? നിങ്ങളുടെ ഈ ടേമിൽ നിങ്ങൾ കൊടുത്തത് എത്ര? നിങ്ങൾ പറയണം. കൊടുത്തത് തന്നെ വെറും 113 വീടുകൾക്ക് മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ചാമക്കൊണ്ടെന്ന് പറയുന്ന 12ാം വാർഡുണ്ടല്ലോ, അവിടെ നിങ്ങൾ കുറച്ച് വീട് കെട്ടിടണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? റോഡുണ്ടോ അവിടേക്ക്? അവിടേക്ക് ആളുകൾക്ക് പോകാൻ പറ്റുക? ഇപ്പോൾ അത് പുല്ല് കയറി കാട് കയറി കിടക്കുക. ആർക്കും ഉപയോഗമില്ലാതെ. എന്തിനായിരുന്നു നമുക്കറിയാം? കമ്മീഷൻ പറ്റാനാണ്. കമ്മീഷൻ പറ്റാനാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഈ തെരുവിൽ പറയും, ഇതുപോലത്തെ ഇടതുപക്ഷത്തിന്റെ പേരും വെച്ച് കുറെ കള്ളന്മാര് ഈ ഓഫീസിനുള്ളിൽ കയറിയിരുന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനം നിങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ല, ഈ മണ്ഡലത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. നിങ്ങളെ തലതൊട്ടപ്പന്മാരാണോ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്? ഇടതുവശമല്ല മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട MLA നജീബ് സാഹിബ് നൽകിയ ഒരുപാട് വിളക്കുകള്. നിങ്ങൾക്ക് രാഷ്ട്രീയ തിമിരാണല്ലേ? ഈ പുലാമന്തോൾ പഞ്ചായത്തിലെ പാവങ്ങൾക്ക് ഇവിടുത്തെ കോളനികളിൽ, ഇവിടുത്തെ തെരുവുകളിൽ വിളക്ക് പദ്ധതിയായി സർക്കാർ കൊണ്ടുവന്നതാണ്.
MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് MLA-യുടെ പ്രവർത്തനമായിട്ട് ഇതാ 36 വിളക്ക് ഓരോ പഞ്ചായത്തുകളിലും തെരുവിളക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈമാസ്, മിനി ഹൈമാസ് ഇതൊക്കെ കൊടുക്കുന്നു. ഇവിടെയും തന്നല്ല 36 നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, നിങ്ങൾ ഈ പുലാമന്തോൾ പഞ്ചായത്തിന്റെ തെരുവുകളിൽ പോകണം. ഇവരെന്താ ചെയ്തത് എന്നറിയോ? അത് ലീഗിന്റെ MLA, അത് UDF-ന്റെ MLA ആണ്. എന്നാ പിന്നെ ലൈറ്റ് ഇവിടെ വേണ്ടാന്ന് എവിടെ വൃത്തികെട്ടവരെ? ഇവിടെ UDF-കാരാണോ പുലാമന്തോൾ പഞ്ചായത്തിൽ മുഴുവനുള്ളത്? ലീഗുകാരാണോ? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർക്കാരുകൾ, ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനം. പാവപ്പെട്ട ആളുകളുടെ ലൈഫ് പദ്ധതിയുടെ ഫയലുകൾ അവിടെ അല്ലേ? ഇതൊക്കെ മറച്ചു വെച്ച് നിങ്ങളെ ഒരു ബാങ്ക് സംവിധാനം കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നാട്ടിലെ കച്ചവടക്കാരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ഭാഗമായിട്ട് ക്യാഷ് പിരിക്കാം. എന്നിട്ട് പേരിന് ഒരു കേരളോത്സവം എന്ന് നടത്തിയിട്ട് ലക്ഷങ്ങളാണ് നിങ്ങൾ ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്, കത്തിരിക്കുന്നത്. യുവാക്കൾക്ക് ഗുണം കിട്ടേണ്ട, കായിക മേഖലകളിൽ യുവാക്കളെ വാർത്തെടുക്കേണ്ട കേരളോത്സവത്തിന്റെ ഫണ്ട് മുക്കിയിട്ട് അതും പോരഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ പുലാമന്തോൾ അങ്ങാടിയിലെ കച്ചവടക്കാരൊക്കെ എടോ ഇതിലും നല്ലത് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. ജനാധിപത്യ മര്യാദയോടുകൂടെ പറയുന്നു. നിങ്ങൾ 1 രൂപ കട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 രൂപ അതിൽ നിന്ന് നിങ്ങൾ പിരിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകാണ്. ജനങ്ങളാണ് ഇതിലെത്തി. ഞങ്ങൾ നിങ്ങൾക്കെതിരെ ശക്തമായ സമരരംഗത്തുണ്ടാകും. പോരാ, യൂത്ത് ലീഗ് പിന്നാക്കമില്ല. യൂത്ത് ലീഗ് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ നിയമ നടപടികളുടെ നിയമപര